മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പരീക്ഷാ തിരക്കിലൊക്കെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കുന്ന സമയം കൂടെയാണ് അല്ലേ. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, നമ്മൾ പാഠങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്നും എന്താണ് ചോദ്യസാധ്യത എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കാം. അതുപോലെ എത്ര എഴുതിയാൽ നമുക്ക് അതിന് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് പരീക്ഷ എഴുതുന്നതിന് മുമ്പേ വേണം കേട്ടോ. അതിന് മുൻപ് ടീച്ചർ പറയുകയാണ്, നമ്മുടെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ലൈവ് ക്ലാസ്സുകളിലും മാരത്തോൺ ക്ലാസ്സുകളിലും ഒക്കെയാണ് നടക്കാറുള്ളത്. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്ന് എൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ശ്രുതി എന്നാണ്. കേരള പാഠാവലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നമ്മളൊരു മനോഹരമായ ഒരു പാഠം പഠിക്കുന്നുണ്ട്. അതിൽ ഒരു ചോദ്യസാധ്യത, ടീച്ചർക്ക് തോന്നുന്ന ഒരു ചോദ്യസാധ്യതയാണ് ഡയറി എഴുതുക എന്നുള്ളത്. പാഠം ഏതാണ്? കാൽവിരലിൽ വിരിയും കവിത. ഇതാണ് നമ്മുടെ ക്രിസ്റ്റി ബ്രൗൺ ആണല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ഒരു സംഭവമാണ് അല്ലേ. ഇദ്ദേഹം ഒരു പ്രസ്ഥാനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാട് കഴിവുകൾ കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അയ്യോ, എനിക്കതിന് കഴിവില്ലല്ലോ, നമ്മളെ സ്വയം അങ്ങ് വിചാരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് 2 കൈയുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, എല്ലാ ശരീര അവയവങ്ങളും ഉണ്ടായിട്ടും അയ്യോ എനിക്കതൊന്നും പറ്റൂലേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ. എന്നാൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ള, പരിമിതികളുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ചരിത്രം തിരുത്തി കുറിക്കാറുണ്ട് അല്ലേ. അവർ ചരിത്രത്തിൽ ഒരു ഇടം അടയാളപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ ക്രിസ്റ്റി അല്ലേ. തൻ്റെ ചിത്രത്തിന് സമ്മാനം കിട്ടിയ ദിവസം ക്രിസ്റ്റി എഴുതിയ ഡയറി കുറിപ്പ് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ എത്രത്തോളം എഴുതേണ്ടി വരും? ഒന്നുമില്ല. ഡയറി കുറിപ്പിന് തീർച്ചയായും വേണ്ട ഒന്ന് അന്നത്തെ ദിവസം അല്ലേ, ഒരു ഡേറ്റ് നമ്മൾ എഴുതണം. അത് ഏത് ഡേറ്റ് ആയാലും ഇതില്ല, ഇന്നത്തെ ഡേറ്റ് ആയാലും അല്ലേ, എനി ഡേറ്റ്, പിന്നെ ദിവസവും കൂടെ നമ്മൾ എഴുതാം. എന്നിട്ട് അന്ന് നിങ്ങൾക്ക് തോന്നിയ അനുഭവം, ക്രിസ്റ്റിയുടേതാണെങ്കിലും ക്രിസ്റ്റിയുടെ അനുഭവം എഴുതുക. നിങ്ങളോടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ, നിങ്ങളോട് വേറെ ഏതെങ്കിലും സമ്മാനം കിട്ടിയതാണ് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങളുടേതായ അനുഭവത്തിൽ എഴുതണം കേട്ടോ. ടീച്ചർ ഒരു മാതൃക പറയുന്നു എന്നേ ഉള്ളൂ. ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും വന്നാൽ, ഇപ്പോൾ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ മ്യൂസിക്കിലാണ് അവാർഡ് കിട്ടിയ, അപ്പോൾ ആ തരത്തിൽ എഴുതണം. ഇനിയിപ്പം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനത്തെക്കുറിച്ചുള്ള ഡയറി കുറിപ്പാണെങ്കിൽ എഴുതാം. നമ്മുടെ ക്രിസ്റ്റിയുടെ ഡയറി കുറിപ്പ് നമുക്കൊന്ന് നോക്കിയാലോ. ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസങ്ങളിലൊന്ന്. ഞാൻ വരച്ച ചിത്രത്തിന് സമ്മാനം ലഭിച്ചു. ഡെലയാണ് ചിത്രം മത്സരത്തിന് അയക്കണമെന്ന് പറഞ്ഞത്. ഡെല സുഹൃത്താണ് അല്ലേ. ഡെലയ്ക്ക് വേണ്ടി വരച്ചു. അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം അയച്ചു. ഇപ്പോഴിതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ അതുവഴി ലഭിച്ചിരിക്കുന്നു. ആ ചിത്രങ്ങൾ കോമ്പറ്റീഷൻ അയച്ചത് കൊണ്ടല്ലേ. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. എല്ലാം കണ്ട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഡെലയുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അവളാണ് എന്നിലെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയത്. അവളാണ് എനിക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകിയത്. ഇനി എനിക്ക് ഒരുപാട് വരയ്ക്കണം, വലിയ ചിത്രകാരനാവണം. ഈ കുട്ടിയെ, ഈ ക്രിസ്റ്റി ചെറുതായിരിക്കുന്ന സമയത്ത് ഒരുപാട് പരിമിതികളുണ്ടല്ലേ. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു രോഗത്തിന് പിടിയിലാണ് ഈ ഒരു നമ്മുടെ ക്രിസ്റ്റി ഉള്ളതെങ്കിലും ക്രിസ്റ്റിയുടെ സുഹൃത്തായ ഡെലയുടെ നിർബന്ധമാണ് ഇങ്ങനെയൊരു ചിത്രം അയക്കണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഡെല കൊടുത്ത ആത്മവിശ്വാസം, നിനക്ക് പറ്റും, നീ അയക്കണം എന്നുള്ള ഡെലയുടെ ആത്മവിശ്വാസമാണ് ഈ കുട്ടിയെ ഈ ഒരു സമ്മാനത്തിന് ഇടയാക്കിയത്, അല്ലെങ്കിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഈ കുട്ടിക്ക് ഒരു പ്രചോദനമായത് അല്ലേ. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം, കഴിവുകളൊന്നും എന്ത് ചെയ്തില്ല, ഒരു പോരായ്മയായിട്ട് കാണാതെ തനിക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയതാണ് അല്ലേ. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളോട് അന്ന് ആ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതാൻ പറയുന്ന സമയത്ത് ഇത്രയും എഴുതിയാൽ മതി. വളരെ ഭംഗിയുള്ള ഭാഷയിൽ അന്നത്തെ ഡേറ്റും അതുപോലെ ദിവസവും ഒക്കെ എഴുതിക്കൊണ്ട് നിങ്ങളൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഇത്ര മാത്രം എഴുതിയാൽ A ഗ്രേഡ് ലഭിക്കും. അപ്പോൾ വളരെ മനോഹരമായ ഭാഷയിൽ എഴുതുക. ഇത് തന്നെ കോപ്പി ചെയ്ത് എഴുതണം എന്നല്ല ടീച്ചർ പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു.